ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഒരു ഹോം ഡെക്കർ വീഡിയോ ആണ് കേട്ടോ. ഹോം ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് DIY ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പുതുതായിട്ടൊന്നും വാങ്ങുന്നില്ല. വീട്ടിലുള്ള കുറച്ച് ഐറ്റംസിന് മേക്ക് ഓവർ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയേക്കുന്നത് കുട്ടികളുടെ ടോയ് ബോക്സിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇതുപോലുള്ള കുറച്ച് കാറ് കിട്ടിയിട്ടുണ്ട്. ഇത് ബോയ്സിനൊക്കെ അവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇനി അഥവാ ബോയ്സ് അല്ല ഗേൾസിനാണെങ്കിൽ അവരുടെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസും ഉണ്ടാവും. അപ്പം ഈ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ലാംപ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. ആ ലാംപ് ഷെയ്ഡ് റൂമിൽ വെച്ചിട്ട് കുട്ടികൾ കളിക്കുന്ന സമയത്ത് അത് ഉടഞ്ഞു പോയിട്ട് അതിൻ്റെ മുകളിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷേപ്പിലായിരുന്നു. ഇതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ലാംപ് ഷെയ്ഡില്ലേ ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ ഭാഗത്തെല്ലാം തന്നെ നമ്മൾ ഈ കുഞ്ഞു കാറിനെല്ലാം ഗ്ലൂ ഗണ്ണും കൊണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് ഫുള്ളായിട്ടൊരു സ്പ്രേ പെയിൻറ് ചെയ്യുക ചെയ്തേക്കുന്നത്. അതിപ്പം ഇവിടെ ഞാൻ കാർ എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഈ കുഞ്ഞു ഡോൾസ് ഒക്കെയാണ് വെക്കേണ്ടതെങ്കിൽ അതും നമുക്ക് ഗ്ലൂ ഗണ്ണും കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രേ പെയിൻറ് ചെയ്യാം. സ്പ്രേ പെയിൻറ് ഇവിടെ ഞാൻ ഗോൾഡൻ കളറാണ് കൊടുത്തേക്കുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. സിൽവർ കളർ ആണെങ്കിലും നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ബാക്കി ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ മാച്ച് ആയിട്ടുള്ള കളറാണെങ്കിൽ ഒത്തിരി നല്ലതല്ലേ. ഇതെല്ലാം തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കാർസ് ആയിരുന്നു കേട്ടോ. നമുക്കറിയാലോ ഈ കുഞ്ഞു കാർസ് എല്ലാം വരുന്നത് ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പെയിൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു ഷെയ്ഡിൻ്റെ ഏറ്റവും ലാംപ് ഷെയ്ഡിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിരുന്നു ഗ്ലാസ് ഉണ്ടായിരുന്നത്. അതാണ് കേട്ടോ ഉടഞ്ഞു പോയത്. ഇനി നമുക്ക് ഈ കാറല്ല, ഇനി ഇതുപോലെയുള്ള കുട്ടി ഡോൾസ് വെക്കേണ്ടതെങ്കിലും ഇതുപോലെ ഗ്ലൂ ഗണ്ണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതവിടെ ഇരുന്നോളും. എല്ലാം ഫിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് പെയിൻറ്റ് ചെയ്താൽ മതി. ഓരോന്നോരോന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ഫിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ സെയിം കളറല്ലേ കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എടുത്ത് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് എൻ്റെ നിന്ന് ഇളകിപ്പോയി. അപ്പോൾ അവിടെ മാത്രം ഞാൻ എന്താ ഇതുപോലെ ഗ്ലൂ ഗൺ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ കാർ അങ്ങ് ഫിക്സ് ചെയ്യുവാണേ. അപ്പം ഇതൊരു റെഡ് കളറിലെ കാറായിരുന്നു. ഇപ്പം നോക്കുമ്പോഴത്തേനും എല്ലാം ആ ഒരു സെയിം കളറിൽ തന്നെ ഇരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആകെ മൊത്തം ലുക്ക് വരുന്നത്. ഈ ലാംപ് ഷെയ്ഡ് മാത്രമല്ല നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നത്. ക്യാൻഡിൽ ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്യാൻഡിൽ ഹോൾഡേഴ്സും ഇതുപോലെ ആയിരിക്കും വരുന്നത്. കുറച്ച് ഹൈറ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ചിലപ്പം ഗ്ലാസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല. ജസ്റ്റ് ക്യാൻഡിൽ വെക്കാനുള്ള സ്പേസ് ആയിരിക്കും. അതും ഇതുപോലെ ചീത്തയായി പോവുമോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു മേക്ക് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. ചില സാധനങ്ങൾ നമ്മൾ കുറേ നാളായിട്ട് സെയിം തിങ് തന്നെ കണ്ട് കണ്ട് ബോറടിക്കുമ്പോഴത്തേനും അതിനൊരു മേക്ക് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിലാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊരു കമ്പനി കൊടുക്കുക ബാക്കിയുള്ള സാധനങ്ങളുടെ കൂടെ. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതെന്ന് ആരും പറയത്തില്ല അത് കണ്ടാൽ. ഇനി നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ കിച്ചണിലൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ക്ലോക്ക് ഒരുവിധം എല്ലായിടത്തും പോയാലും കാണാറുള്ള കേട്ടോ. ഇതൊരു ഐക്കിയെന്ന് വാങ്ങുന്ന വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ക്ലോക്കാണ്. ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങളായി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനും ഒരു മേക്ക് ഓവർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു വൈറ്റ് പോർഷനിൽ യെല്ലോ കളർ കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് അക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് പോസ്റ്റർ കളറാണ്. പോസ്റ്റർ കളർ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇത് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കിനും നന്നായില്ല അല്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. വെള്ളം കൊണ്ട് തുടയ്ക്കുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് അങ്ങ് പൊക്കോളും. ഞാനത് ഫുൾ യെല്ലോ കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ആയത് കാരണം ഒരു 2 കോട്ടൊക്കെ കൊടുക്കേണ്ടി വന്നു. വൈറ്റിൻ്റെ മുകളിലല്ലേ യെല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ 2 കോട്ട് ആവശ്യമായിട്ട് വന്നത്. പിന്നെ ഞാൻ അല്ലാത്ത ആ വട്ടമുള്ള ഭാഗമില്ലേ അവിടെ റെഡും കൊടുത്തു. ഈ യെല്ലോയിൽ ഫുൾ റെഡ് കളറിലെ സ്പോട്ട്സാണ് കൊടുത്തത്. അത് ജസ്റ്റ് നമ്മളുടെ പെൻസിലിൻ്റെ ബാക്കും കൊണ്ട് ഒന്ന് കുത്തി കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ട് വരും. അപ്പോൾ ഒരു റെട്രോ സ്റ്റൈലായില്ലേ. നമ്മളുടെ റെട്രോ ഐറ്റംസിലൊക്കെ ഈ ഒരു കോമ്പിനേഷനല്ലേ കാണാറുള്ളത്. അപ്പോൾ അതായിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും കുട്ടികളുടെ ടോയ് ബോക്സ് നോക്കിയപ്പോഴത്തേക്കിനും അതിനകത്ത് ബോൾസ് ഉണ്ടായിരുന്നു. അത് ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള ബോൾസ് കിട്ടും. ഇപ്പം ഞാൻ ഇവിടെ ഒരു കുറച്ചും കൂടെ വലിയൊരു ബോൾ എടുത്തേക്കുന്നു കേട്ടോ. ഈ ഒരു ബോളിൽ നമ്മൾ ഈ ഷെൽസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഡെക്കറേറ്റീവ് ഇപ്പോൾ 2-3 ബോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഡെക്കറേറ്റീവ് പീസസ് ആയിട്ട് വെക്കാൻ, സെൻറ്റർ പീസസ് ഒക്കെ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ഈ ഷെൽസും നമുക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ബീച്ചിൽ നിന്ന് കിട്ടുന്നതല്ലേ. ഞാൻ എടുത്തത് കുറച്ചും കൂടെ വലിയ ബോളാണ് എടുത്തത്. എന്നിട്ട് അതിന് ചുറ്റിനും ഈ ഷെൽസ് ഫിക്സ് ചെയ്യുക ചെയ്തേക്കുന്നത്. ഷെൽസ് ഗ്ലൂ ഗണ്ണും കൊണ്ട് ഫിക്സ് ചെയ്യാം. ഫെവിക്കോൾ കൊണ്ട് ഫിക്സ് ചെയ്യാൻ നോക്കിയില്ല, കാരണം അത് കുറച്ചും കൂടെ ടൈം എടുക്കും. നമ്മൾ ആ ഫെവിക്കോൾ കൊണ്ട് ഫുൾ ആക്കി വരുമ്പോൾ പിന്നെ ഫിക്സ് ആവുമെന്നും ഉറപ്പില്ല. അതേസമയം ഗ്ലൂ ഗണ്ണാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഫിക്സ് ആവും, പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. ഇതങ്ങനെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും നോക്കണ്ട. നമ്മൾക്ക് ആ ഒരു സ്പേസ് കാണുന്ന അവിടെ അങ്ങ് ഫിക്സ് ചെയ്തും കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതൊരു ബോൾ ഷേപ്പിലുള്ള ഡെക്കറേറ്റീവ് പീസ് ആണല്ലോ. അതുപോലെ തന്നെ നമ്മൾ മുൻപ് ബലൂൺ കൊണ്ട് ഒരു ലാംപ് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും വളരെ ഈസിയാണ്. ത്രെഡും ബലൂണും കൊണ്ട് മാത്രം ചെയ്തേക്കുന്ന ലാംപ് ഷെയ്ഡാണ്. നമ്മളത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ റൂമിൽ. അപ്പോൾ കണ്ടു നോക്കണേ. പിന്നെ പല ഷേപ്സിലുള്ള ഷെൽസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് എപ്പോഴും കിട്ടുന്ന ഒരു നോർമൽ സൈസിൽ ഷേപ്പിലുള്ള ഷെല്ലല്ലാതെ എനിക്ക് കുറച്ച് ലെങ്ത് വൈസ് ഉള്ള ഷെൽസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതുമൊക്കെ ആ ഇടയ്ക്ക് വരുന്ന സ്ലോട്ടില്ലേ, നമ്മളിങ്ങനെ 2 ഷെൽസ് ഫിക്സ് ചെയ്തിട്ട് ഇടയ്ക്ക് കുറച്ച് സ്പേസ് വരുന്നിടത്തൊക്കെ ആ ലെങ്ത് വൈസ് ഉള്ളത് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെയുള്ള ലെങ്ത് വൈസ് ഉള്ള ഷെൽസാണ്. കാരണം അത് കുറവാണ്, നമുക്ക് കിട്ടുന്നത് കുറവായിരിക്കും. മറ്റേ ഷെൽസ് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടുമല്ലോ. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് സെറ്റാക്കി എടുക്കാനാണെങ്കിൽ ഒരു 3 പീസ് ആയിരിക്കും എപ്പോഴും ഭംഗി. ഈ ഡിഫറെൻറ്റ് സൈസിലുള്ളതോ സെയിം സൈസിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഷെൽസിന് കളർ കൊടുക്കാം. പക്ഷേ എനിക്ക് കളർ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നോർമലായിട്ട് തോന്നിയത് ഇതേപോലെയുള്ള റോ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. നമുക്ക് ഒന്നെങ്കിൽ സെൻറ്റർ പീസ് ആയിട്ട് വെക്കാം ടീപ്പോയുടെ മുകളിലൊക്കെ. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് നമ്മളുടെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു കുഞ്ഞൊരു വുഡൻ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിലേക്ക് വെക്കുവാണേ. അതിനൊരു മിറർ ഇമേജും കൂടെ കിട്ടുമല്ലോ. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾക്ക് ഇതുപോലെയുള്ള കുറച്ച് എംറ്റി ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്, ഗ്ലാസ് ബോട്ടിൽസ്. അതിൽ ഒരെണ്ണം കുറച്ച് ലെങ്ത് കൂടുതലുള്ളതും ബാക്കി 3 സെയിം സൈസിലുള്ള ബോട്ടിൽസാണ്. അപ്പോൾ അതിൽ ചെയ്തേക്കുന്നത് നമ്മുടെ വൈറ്റ് ഗ്ലൂ എടുത്തിട്ട് വൈറ്റ് ഗ്ലൂ നല്ലതുപോലെ ഈ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ കോട്ടൺ യാൺ അല്ലെങ്കിൽ ജ്യൂട്ട് യാണില്ലേ അത് ചുറ്റി കൊടുക്കുക ചെയ്യുന്നത്. നമ്മളുടെ ചാക്കുനൂലില്ലേ, ചാക്കുനൂല് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കളറിലുള്ള ത്രെഡ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോൾ ഏതായാലും കുഴപ്പമില്ല. ഇതുപോലെയുള്ള ത്രെഡ് കിട്ടും കേട്ടോ. ഡിഫറെൻറ്റ് കളറിലുള്ളത് വേണമെങ്കിൽ ഇതേപോലെയുള്ള ത്രെഡ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് ഫുൾ ചുറ്റി കൊടുക്കാം. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റി വരുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് അങ്ങനെ സ്പേസ് വരാതെ നോക്കണം. നല്ല അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റണം, എങ്കിൽ മാത്രമേ ഉള്ളൂ അതിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ എല്ലാം ചുറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. നോക്കണം, നല്ല അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റിയാലും മാത്രമേ ഉള്ളൂ നമ്മളത് ലാസ്റ്റ് കാണുമ്പോഴത്തേക്കിനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഞാൻ വൈറ്റ് ഗ്ലൂ ഒക്കെ കൊടുത്തത്. ഒരെണ്ണത്തിൽ മാത്രം ജസ്റ്റ് ആ ഗ്ലൂ ഗണ്ണും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എളുപ്പമാവുമെന്ന് അറിയാനായിട്ട്. പക്ഷേ ഗ്ലൂ ഗണ്ണും കൊണ്ട് ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ മുകളിൽ ചെയ്യുമ്പോഴത്തേക്കിനും എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ഈ ഗ്ലൂ അങ്ങ് തണുക്കും. അപ്പം നല്ലതുപോലെ അതങ്ങ് ആവത്തുമില്ല. ഞാൻ കുറച്ച് മാത്രം ചെയ്തിട്ടുണ്ട്, ഒരു ബോട്ടിലിൽ ചെയ്ത് നോക്കി. പക്ഷേ അത് വെളിയിലേക്ക് പിന്നെ കാണാനൊക്കെ പറ്റും. അതേസമയം വൈറ്റ് ഗ്ലൂ ആണെങ്കിൽ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും എല്ലാം അങ്ങ് ട്രാൻസ്പെറൻ്റ് ആയി പോയിട്ടുണ്ടാവും. നൂലെല്ലാം തന്നെ അടുത്തടുത്തിരിക്കണം കേട്ടോ. കുപ്പിയുടെ ആ ഒരു സ്പേസ് കാണാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇനി എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെയുള്ള കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺ നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ വാങ്ങാനായിട്ട് പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയ ഡ്രസ്സില്ലേ, നമ്മൾ ഉപയോഗിക്കാതെ കളയുന്ന ഡ്രസ്സ്, അങ്ങനെയുള്ള ഡ്രസ്സിനകത്തുനിന്ന് ബട്ടൺ അങ്ങ് എടുത്താലും മതി. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളറിലുള്ള കുറേ ബട്ടൺസ് കിട്ടും. ഈ ബോട്ടിൽസിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് എഴുതുകയോ അല്ലെങ്കിൽ പടം വരയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ലെറ്റേഴ്സ് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗണ്ണും കൊണ്ട് ഈ ബട്ടൺസിനെല്ലാം ഒട്ടിക്കുകയോ ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വേർഡ് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ 4 ബോട്ടിൽസ് എടുത്തത് കാരണമാണ് 4 ലെറ്റർ വേർഡ് ഇതിൽ ഉണ്ടാക്കിയത്. അതേസമയം ഇപ്പോൾ ഹോം എന്നൊക്കെ ആണെങ്കിലും 4 ലെറ്റർ തന്നെയാണ്. ഒന്ന് പെൻസിലും കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടൺ ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ആ ഓ എന്നുള്ളതിന് മാത്രം ഒരു ചെറിയ സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്, അതങ്ങ് ഇഗ്നോർ ചെയ്തേര്. ഇനി ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻസ് സ്റ്റിക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഇതിന് ഇത്രേ ചെയ്തിട്ടുള്ളൂ. അതും നമുക്കൊരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മുട്ടത്തോടും കൊണ്ട് ചെയ്തൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതും ഇതുപോലെ സെറ്റായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമുക്കിതുപോലെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണം കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. വീഡിയോ
കാണുന്നതിൻ്റെ താഴെയായിട്ട് എൻ്റെ ചാനലിൻ്റെ പേര്, അതിൻ്റെ കൂടെ തന്നെ ഒരു റെഡ് ബട്ടൺ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ 3 ഓപ്ഷൻസ് കിട്ടും. അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ഓൾ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത്. പിന്നെ ചാനലിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ സെക്ഷനിൽ പോയാൽ ഇതുവരെ അപ്ലോഡ് ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് സാധിക്കും. പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള സെക്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോസ് എല്ലാം കാണാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.